ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാ പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നു പറഞ്ഞിരുന്നു. ഇതാ ഉത്സവപ്പറമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത്. കാരണം ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു സ്റ്റീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ. വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും. അപ്പോൾ പോയപ്പോൾ അവിടെ ചന്തയൊക്കെ കെട്ടി വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് പോയപ്പോൾ മെയ് 6 ഞാൻ പോയി. അപ്പോൾ അവിടെ എങ്ങനെയാണ് മാറ്റം, ആ ഒരു ഡേ കൊണ്ട് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ടൗൺ വരെ പോയപ്പോൾ ഏതായാലും അവിടെയൊക്കെ കയറി കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്തിക്കുകയാണ്. അപ്പോൾ ഇതാ ചന്തകളൊക്കെ കൂടി വന്നല്ലേ. ഫസ്റ്റ് ഡേ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഞാൻ സ്റ്റെപ്പൊക്കെ കൂളായിട്ട് ഇറങ്ങിയിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ കാഴ്ച എന്താണെന്ന് നിങ്ങളും കൂടി കാണട്ടെ കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തതാണ് ഈ ആൾക്കാരൊക്കെ കണ്ടില്ലേ. ഈ ആൾക്കാരെല്ലാം ഇനി കുറച്ച് ഡേയ്സ് കഴിയുമ്പോൾ ഇതിലേക്കൂടി നടക്കാനേ കഴിയില്ല. ആൾക്കാർ കൊണ്ട് ഇങ്ങനെ നമുക്ക് ശ്വാസം മുട്ടുന്ന തിരക്കായിരിക്കും ഇതിലേ നടന്നു പോകുമ്പോൾ. ഇന്ന് കണ്ടില്ലേ കുറച്ച് മാറ്റം വന്നില്ലേ. നമ്മൾ ഫസ്റ്റ് പോയ ആൾക്കാരല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ഈ ക്യൂ എന്തിനാന്ന് വെച്ചാൽ, ഈ ക്യൂ ആണ് ഫുഡിന് വേണ്ടിയിട്ടുള്ള ക്യൂ. അതായത് ഇവിടുത്തെ അന്നദാനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അന്നദാനത്തിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കാണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ അമ്മൂസിൻ്റെ അമ്മ ഇന്ന് അവിടെ സഹായിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ ചേച്ചി പറഞ്ഞു ഞാൻ ഉള്ളിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോവാം, ചന്തയൊക്കെ കറങ്ങിയിട്ട് പോവാം ജസ്റ്റ് അങ്ങനെ കറങ്ങിയാണ് കേട്ടോ. അതാ ഒരുപാട് ചന്ത അന്ന് കിട്ടുന്നതൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ചന്തകളൊക്കെ കെട്ടി കംപ്ലീറ്റ് ആയി. ഇത് ചന്ത കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. കാരണം അത്രത്തോളം വെറൈറ്റി ചന്തകളുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്നാൽ എടുക്കാം. തുണി, ബെഡ്ഷീറ്റ്, അതുപോലെ കളിപ്പാട്ടങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, അതായത് ഒരുപാട് കോഴിക്കോടൻ ഹൽവ മുതൽ എല്ലാ പലഹാരങ്ങൾ, അങ്ങനെ വെറൈറ്റി എല്ലാം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാം. അതിനായിരിക്കും പ്രധാനമായിട്ടും ആൾക്കാർ ഇങ്ങനെ വരുന്നത്. ഇത്രയും ചന്തയിൽ ഒന്ന് കറങ്ങിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ എടുത്തിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അന്ന് സ്റ്റെപ്പ് കൂളായിട്ട് കീഞ്ഞിരുന്നു അല്ലേ. അതായത് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ പതിയെ അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ ഇന്ന് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങി പോകുന്ന വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഒരുപാട് വെറൈറ്റി ചന്തകൾ കണ്ടോളൂ കേട്ടോ. മാലകൾ കണ്ടില്ലേ, ഒരുപാട് മാലകളൊക്കെ ഉണ്ട്. വേണ്ടുന്നവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകാം. പാത്രങ്ങൾ, അങ്ങനെ ഉപകരണങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടോളൂ.
നിങ്ങൾ കണ്ടത് തെയ്യാണ്, അതായത് തോറ്റം, വിഷ്ണുമൂർത്തി തെയ്യത്തിൻ്റെ തോറ്റാണ്. ഇനി നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയെന്ന് അവിടെ നല്ല ക്യൂവും തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈച്ച ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഈച്ച വേഗം കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞ് ഉണ്ടായതുകൊണ്ട് വേഗം ഒരു സൈഡിലേക്ക് കയറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ കയറിയിട്ട് നമ്മൾ ഫുഡ് വാങ്ങിയെന്ന് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് വാങ്ങണം, വെള്ളവും നമ്മൾ എടുത്തിട്ട് അങ്ങനെ കഴിക്കണം. ഓരോ സീറ്റ് ഉണ്ടാവും, സീറ്റിൽ പോയിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ ഫുഡിന് കറിയൊക്കെ നല്ല കറിയാണ്, മമ്പയറും അതിലെന്തൊക്കെ ഇടും, അതുപോലെ തന്നെ കൂട്ടുകാരി അച്ചാറും ഉണ്ടായത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും തിരിച്ചു പോവുകയാണ്. ഇതാ ആൾക്കാരെ കണ്ടില്ലേ, ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, കൂളായിട്ട് വന്നു. ഇപ്പോൾ നോക്കി അതിൽ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ ഇതല്ല, ഇതിലും കൂടിക്കൂടി വരും. മെയ് 4 മുതൽ 15 വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 15-ാം തീയതി വരെ ഇവിടെ ഭയങ്കര ജനങ്ങളുടെ ഒരു പെരുമയായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ വീണ്ടും നിങ്ങൾക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും. ഇവിടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് കാഴ്ചകളൊക്കെ കാണിച്ചു തരും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടേക്ക് കെയർ, ടാറ്റ, ബൈ ബൈ.